നമുക്ക് ക്യാമറയിൽ എടുത്ത ഈ ഫോട്ടോ എങ്ങനെ ഫോണിലേക്ക് ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ മെനുവിൽ പോവാം. ക്യാമറയിൽ മെനുവിൽ പോവാം. ക്യാമറയിലുള്ള ഫോട്ടോ നമുക്ക് എങ്ങനെ ഫോണിലേക്ക് ആക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം മെനുവിൽ പോവാം. ഈ ഫോട്ടോ നമുക്ക് ഫോണിലേക്ക് ആക്കുന്ന ക്യാമറയിൽ എടുത്ത ഈ ഫോട്ടോ എങ്ങനെ ഫോണിലേക്ക് ആക്കാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമുക്ക് മെനു പോവാം. മെനു ബട്ടണിൽ പോവാം. DSLR ആണ് എടുത്ത് എല്ലാ Canon ക്യാമറക്കും സെയിം ആണ് വരിക. മെനു പോവാം. അതിനുശേഷം വയർലെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ്സ് പോവാം. വൈഫൈ ഫങ്ഷൻ, വൈഫൈ ആദ്യം ചെയ്യേണ്ടത് വൈഫൈ സെറ്റിംഗ് ഒക്കെ എനേബിൾ ആക്കിയിടുക. എനേബിൾ ആക്കിയതിന് ശേഷം വൈഫൈ ഫങ്ഷൻ ഓൺ ആക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. കണക്ട് ടു സ്മാർട്ട് ഫോൺ. സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റത്തേക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഐഫോൺ ആണ്, സ്മാർട്ട് ഫോണിലേക്ക് ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ ആൻഡ് ഡിവൈസിൽ പോവുക ഫസ്റ്റ്. അതിനുശേഷം നമ്മളത് ആൻഡ്രോയിഡ് ആണ്, ആൻഡ്രോയിഡ് ചെയ്യാം. നമ്മളത് iOS ആണ്, iOS കണക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ പാസ്വേഡ് കാണാം. ഓക്കെ, അങ്ങനെ വന്ന് അതിനുശേഷം നമുക്ക് ഫോൺ എടുക്കാം. ഫോൺ എടുത്തതിന് ശേഷം വൈഫൈ ഓൺ ആക്കുക. വൈഫൈ ഓൺ ആക്കിയാൽ ഈ പേരിന് വരുന്നുണ്ട് നോക്കുക. Canon EOS R202 ഇതാണ് നമ്മളത്. ഓക്കെ, ഇതിനിപ്പോൾ പാസ്വേഡ് ഇല്ല. ചില ക്യാമറക്ക് എൻക്രിപ്ഷൻ കീ എന്ന് പറഞ്ഞു വരും. അതാണ് ഫോണിന്റെ പാസ്വേഡ്. അത് വൈഫൈയിൽ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം വൈഫൈ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ആപ്പിൽ പോവാം. ആപ്പ് പോയതിനു ശേഷം ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി വരും. ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കുക. Canon EOS R എന്നുള്ള ഇതിന്റെ മുകളിൽ നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാമറയിൽ ഒരു ഓക്കെ അടിക്കാണ്ടോ, ക്യാമറയിൽ ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചതിന് ശേഷം ഇമ്പോർട്ട് ഇമേജ് കണ്ടില്ലേ, ഇമ്പോർട്ട് ഇമേജിനെ സെലക്ട് അടിക്കാം. ഇതിപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത ഫോട്ടോസാണ്. ഇതിൽ വന്ന് അതിനുശേഷം ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം ഇമ്പോർട്ട് അടിക്കാം. റെഡ്യൂസർ അടിക്കാം. ഒറിജിനൽ സൈസ് ആണ് വേണ്ടിച്ചാൽ ഒറിജിനൽ അടിക്കാം. അപ്പം പക്ക ഒറിജിനൽ MB ആണ് കിട്ടുക ക്യാമറ. ഓക്കെ, ഇപ്പോൾ ഒരു പിക്ചർ ഡൗൺലോഡ് ആയി, രണ്ടാമത്തും കഴിഞ്ഞു, മൂന്നാമത്തും ഡൗൺലോഡ് ആയി. ചില നേരത്ത് വീഡിയോസ് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ക്വാളിറ്റി ബേസ് ചെയ്ത് വെക്കും. ഇതിൽ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ലൈവ് ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇതിൽ തന്നെ നമുക്ക് ക്യാമറ എടുക്കുന്ന ഷൂട്ട് നമുക്ക് കറക്റ്റ് കാണാനും പറ്റും. നമ്മൾ ഇതിൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിക്ചർ എടുക്കാനും പറ്റും.